നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻസ് എങ്ങനെ സേവ് ചെയ്ത് സൂക്ഷിക്കാം. നമ്മുടെ മൊബൈലിൽ നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ പലതും നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഫോണിൻ്റെ സ്പേസ് കുറവ് മൂലം നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുണ്ട്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഫോണിലുള്ള എല്ലാ സോഫ്റ്റ്വെയറും നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അല്ലാത്തപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ പ്ലേ സ്റ്റോർ വഴി ചെയ്യുകയാണെങ്കിൽ നെറ്റിൻ്റെ ധാരാളം പൈസയാവും. അത് ഇൻസ്റ്റാൾ ആയി വരേണ്ട സമയത്തിൻ്റെ പര്യാപ്തത, ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിൽ എല്ലാ ആപ്ലിക്കേഷൻസും സേവ് ചെയ്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് സേവ് മാസ്റ്റർ എന്നാണ്. അടിച്ചപ്പോൾ തന്നെ അത് വന്നു, സേവ് മാസ്റ്റർ ട്വിസ്റ്റ് ബാക്ക് ടൂൾസ്. അതാണ് അതിൻ്റെ യഥാർത്ഥ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതാണ് ആപ്ലിക്കേഷൻ. വളരെ MB കുറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. MB തുച്ഛമായിട്ടുള്ള ഇതേ ഉള്ളൂ. ഇതാദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ആയി വരുന്നത് നമ്മൾ കാണാം. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അടുത്തത് ഓപ്പൺ ചെയ്യാം. ഇത് എൻ്റെ മൊബൈലിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇത്രയും ആപ്ലിക്കേഷൻ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ചെക്ക് ആൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും സെലക്ട് ആയി. നമുക്ക് ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷനും വേണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. എനിക്കിത് മൊത്തം ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മൊത്തം സെലക്ട് ചെയ്തു. ഇവിടെ ബാക്കപ്പ് എന്നുള്ള ഇതുണ്ട്, അത് ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത്രയും ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ശകലം സമയമെടുക്കും. തോന്നുന്ന സമയമൊന്നും എടുക്കില്ല, 1 മിനിറ്റിന് അടുപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ കാണിക്കും, നമ്മളത് ഓട്ടോമാറ്റിക്കായി സേവ് ആവുന്നതായി ഇവിടെ കാണിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഓരോ ആപ്ലിക്കേഷൻസ് സേവ് ആവുന്നു എവിടെയാണ് എൻ്റെ പാത്താണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്റ്റോറേജ്, ആപ്പ് സെർവർ, സേവ് മാസ്റ്റർ. ഇതാണ് നമുക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത്രയും ആപ്ലിക്കേഷൻസ് ഇത് ഉടനെ നിമിഷങ്ങൾക്കുള്ളിൽ അത് സേവ് ആവുന്നതാണ്. മൊത്തം ആപ്ലിക്കേഷനും സേവായി കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യുന്നത്? നമ്മൾ പുറകെ പോവുക, ബാക്ക് എടുത്ത് ചെയ്ത് അതിനുശേഷം നമ്മൾ മൈ ഫയൽസിൽ വരിക. അവിടെ നമുക്ക് ആപ്പ് സെർവർ എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സെറ്റിലുള്ള എല്ലാ ആപ്ലിക്കേഷനും സേവ് ചെയ്ത ആപ്ലിക്കേഷൻസാണ് ഈ കിടക്കുന്നത്. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുകയോ പെൻഡ്രൈവിൽ കോപ്പി ചെയ്യുകയോ മെമ്മറി കാർഡിലാക്കുകയോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കണക്കിനാണ് ഈ സോഫ്റ്റ്വെയറുകൾ ചെയ്തിരിക്കുന്നത്. അപ്പം തൽക്കാലം ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ മൈ ഫയൽസിൽ വരികയാണ്. അത് ആപ്പ് സെർവർ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതിൽ നമുക്ക് ഫേസ്ബുക്ക് എവിടെ കിടക്കുന്നു എന്ന് നോക്കാം. ഇതാണ് ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. സെറ്റിങ്സ് എടുക്കുക. അതിൽ അൺനോൺ സോഴ്സ് ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക.
സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റേതാണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഫേസ്ബുക്ക് എടുക്കുക, നെറ്റിൻ്റെ സ്ലോ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഫേസ്ബുക്കൊക്കെ തോനെ MB ഉള്ള ഒരു ഫയലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫയലുകൾ സേവ് ചെയ്ത് സൂക്ഷിക്കാം. നെറ്റിൻ്റെ ആവശ്യം പിന്നെ ആവശ്യമില്ലാതായി വരുന്നു. നമുക്കിതിലുള്ള ആപ്ലിക്കേഷൻ വഴി ഇത് പെൻഡ്രൈവിലാക്കി നമുക്ക് സൂക്ഷിക്കാം, കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം, അതേപോലെ മെമ്മറി കാർഡിൽ സൂക്ഷിക്കാം. അതേപോലെ നമുക്ക് നെറ്റിൽ വേണമെങ്കിലും നമുക്ക് ഡ്രോപ്പ് ബോക്സ് വഴി ഇത് സേവ് ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി വെറുതെ ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. ഫേസ്ബുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞു. അതേപോലെ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ നമുക്കിതിൽ നിന്നും സേവ് ചെയ്യുകയും അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ സോഫ്റ്റ്വെയറുകൾ വരികയാണെങ്കിൽ അതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സേവ് മാസ്റ്റർ എടുക്കുക. പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ മാത്രമായി, അതാണ് പുതിയതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമായി നമുക്ക് ഇപ്പോൾ ഇതെല്ലാം പഴയതാണ്. ഇപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഇതവിടെ ബാക്കപ്പ് കൊടുക്കുക. അപ്പോഴാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ ശ്രമിക്കും. ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.